തൃശൂർ മണ്ണൂത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിലായി. മുഖ്യപ്രതിയായ എറണാകുളം സ്വദേശിയെ ഡൽഹിയിൽ നിന്നാണ് പിടികൂടിയത്. ഇവരെ ഇന്ന് മണ്ണൂത്തിയിലെത്തിക്കും. അനീഷ് ആന്റണി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. അനീഷ്. ബനേഷ്, ഈ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് മണ്ണുത്തി സെന്ററിൽ വെച്ച് 75 ലക്ഷം രൂപ അടങ്ങിയ മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുബാറക്കിന്റെ ബാഗ് ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഈ മുബാറക്ക് ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനായിരുന്നു. ഇദ്ദേഹം പണമടങ്ങിയ ബാഗുമായി ബാംഗ്ലൂരിൽ നിന്ന് ബസ് മാർഗം മണ്ണുത്തിയിൽ വന്നിറങ്ങി. അതിനുശേഷം മണ്ണുത്തിയിലുള്ളൊരു മെഡിക്കൽ ഷോപ്പിന്റെ പരിചയമുള്ള സ്ഥലമാണ്. സ്ഥിരം വരുമ്പോൾ അവിടെ ഇറങ്ങി ചായ കുടിച്ചു പോകുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുള്ള. സമാന രീതിയിൽ തന്നെ ശനിയാഴ്ച പുലർച്ചെയും അദ്ദേഹം എത്തി ബാഗ് അവിടെ വെച്ച് ഒരു വശത്തേക്ക് പോയി മൂത്രമൊഴിച്ച് തിരികെ വരുന്നതിനിടെ ഇന്നോവ കാറിലെത്തിയ സംഘത്തിൽപ്പെട്ട ഒരാൾ, തൊപ്പി വെച്ച ഒരാൾ, ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന അയാൾ വന്ന ബാഗ് എടുത്ത് കൊണ്ടുപോകുന്നതാണ് മുബാറക്ക് കാണുന്നത്. പിന്നീട് മുബാറക്കും അയാളുമായി പിടിവലിയായി. ഒടുവിൽ മുബാറക്കിനെ തള്ളി നിലത്തിട്ട ശേഷം ആ ബാഗുമായി ഈ ഇന്നോവ കാറിൽ കയറി എറണാകുളം ഭാഗത്തേക്ക് ഈ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. പിന്നീട് മുബാറക്ക് മറ്റൊരു വാഹനത്തിൽ ഇവരെ പിന്തുടർന്നു. പാലേക്കര ടോൾ പ്ലാസ വരെ പിന്തുടരാനായി. പിന്നീട് പണം തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്താനായില്ല. അവർ രക്ഷപ്പെട്ടു തിരികെ വന്ന് പോലീസിൽ പറഞ്ഞതോടെയാണ് ഈ വിവരം മോശം മണ്ണുത്തി പോലീസ് അറിയുന്നത്. പിന്നീട് വ്യാപകമായ അന്വേഷണം നടത്തി, കാറ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയ ഒടുവിൽ പിറ്റേ ദിവസം എറണാകുളത്ത് നിന്നും ഇന്നോവ കാറും 2 പേരെയും മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ അതിലുണ്ടായിരുന്ന മറ്റൊരാളെ, മുഖ്യപ്രതിയെ കണ്ടെത്താനായില്ല. ഇയാൾ അതിനിടെ ഡൽഹിയിലേക്ക് കടന്നിരുന്നു. പിന്നീട് അന്വേഷണ സംഘം, മണ്ണുത്തി പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള അന്വേഷണ സംഘവും ഡൽഹിയിൽ എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്, എറണാകുളത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികം വൈകാതെ തന്നെ ഇയാളെ മണ്ണുത്തി സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഈ സംഭവത്തിൽ 5 പേര് ഉൾപ്പെട്ടിട്ടുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതായത് ആ കാറിൽ 5 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 2 പേരെ പോലും കണ്ടെത്താനായിട്ടില്ല. ഈ 5 പേരും എറണാകുളം സ്വദേശികളാണെന്നാണ് ഒരു പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പണം, ഈ തട്ടിയെടുത്ത പണം ഈ രക്ഷപ്പെട്ട 2 പേരിൽ നിന്ന് അവരുടെ പക്കലായിരിക്കുമെന്നുള്ള നിഗമനം കൂടി പോലീസിനുണ്ട്. അതേസമയം മറുവശം, അതായത് ഈ മുബാറക്ക് പോലീസിൽ പറഞ്ഞത് ഈ പണം അദ്ദേഹം ഒരു ട്രാവൽസിന്റെ ഉടമയാണ്, ബസ്സുകൾ നിരവധിയുള്ളൊരു ട്രാവൽസിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന് ബസ് വിറ്റ് കിട്ടിയ പണമാണ് ഈ 75 ലക്ഷം രൂപ. പണവുമായി നാട്ടിലേക്ക് മലപ്പുറത്തേക്ക് വരുന്നതിനിടെയാണ് ഇതിന് മോഷണം പോയതെന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി മുബാറക്ക് പറഞ്ഞു. അതായത് വലിയൊരു കുറി കിട്ടി, ആ കുറി കിട്ടിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചു, ആ പണം വിഡ്രോ ചെയ്തതാണ് ഈ തുക എന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് അതും ആ പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുന്നു. ഒപ്പം തന്നെ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. അതിനിടെയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 3 പേരെ എറണാകുളം സ്വദേശികളാണ്. 2 പേരെ കിട്ടാനുണ്ട്. എന്തായാലും ഡൽഹിയിൽ നിന്ന് പിടികൂടിയ ആളെ തൃശ്ശൂരിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി വിശദമായി ചോദ്യം ചെയ്യും. അപ്പോഴാണ് ഈ മോഷണത്തിന്റെ ചുരുൾ അഴിയുക. ഇത് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഈ മോഷണത്തിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടെന്നാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പണം കൊണ്ടുവരുന്ന ആളുകളിൽ നിന്നും പണം കോൾപ്പണം പോലുള്ള പണവും അല്ലാത്ത പണവും ഒക്കെ തട്ടുന്ന വലിയൊരു സംഘത്തിൽപ്പെട്ടവരാണ് ഈ മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഈ 3 പേരെയും കുറിച്ച് വിശദമായി ചോദ്യം ചെയ്യും. അവരോട് കാര്യങ്ങൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, ഏതൊക്കെ സംഘങ്ങൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യും. ഈ പണം മണ്ണുത്തിയിലേക്ക് എത്തിക്കുന്ന വിവരം എങ്ങനെയാണ് അറിഞ്ഞത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്യും. മാത്രമല്ല ഈ പണത്തിന്റെ സോഴ്സ്, അതായത് മുബാറക്കിന്റെ കയ്യിലുണ്ടായിരുന്ന 75 ലക്ഷം രൂപയുടെ സോഴ്സ് എങ്ങനെയുള്ള കാര്യങ്ങൾ എന്നതുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബനേഷ്, ശരി.